കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആകെ ബഹളം. ഒന്ന് ആലോചിച്ച് നോക്കുന്ന സഹോദരന്മാര്, നിക്കാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സൗഭാഗ്യം. സൗന്ദര്യത്തിന്റെ കുറവുകൊണ്ട്, സമ്പത്തിന്റെ കുറവുകൊണ്ട്, അംഗവൈകല്യങ്ങൾ കാരണത്താൽ പല 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 കാരണം കൊണ്ട് കുടുംബ ജീവിതം അനുഭവിക്കാൻ തൗഫീഖില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടോ. 1, 2, 10, 100 പെണ്ണിട്ടല്ല അത്ര വലിയ ഈസി പ്രോസസ്സും അല്ല. ഇനി കല്യാണം കഴിഞ്ഞു, എത്ര കുടുംബമുണ്ട്. ഒരു വിവാഹ ജീവിതത്തിന്റെ സൗഭാഗ്യം ആസ്വദിക്കുന്ന ആളുകൾ 10% ഉണ്ടോ? ഒക്കെ 2-3 കുട്ടിയായി. ഇനിയിപ്പോ എന്താ, കാള വണ്ടി ഭരിക്കണ പോലെ അത് വലിച്ചത് തീർക്കണം. ഒരു സ്വസ്ഥതയില്ലാത്ത സമാധാനം. ഒന്നിച്ച് ജീവിച്ച് 5, 10, 15, 20 വർഷം കഴിഞ്ഞ് ഒരു സന്താനമില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയാമോ? ഇനിയൊന്നുണ്ടായി അവനെ കൊണ്ടുള്ള ശല്യം തീരാത്ത എത്ര മുഖത്തടി വാങ്ങുന്ന, ദിവസേന അടി വാങ്ങിക്കൂട്ടുന്ന മാതാപിതാക്കൾ എത്ര ഉണ്ടെന്നറിയാം മക്കളുടെ അടുത്ത്. വിവാഹം നടക്കുക, സമാധാനപൂർണമായ ഒരു ജീവിതം, മക്കളുണ്ടാവുക, ആ മക്കളിൽ കൺകുളിർമുണ്ടാവുക, ഇത് റബ്ബ് ചെയ്തു തരുന്ന വലിയ ഫദ്ലും റഹ്മത്തും അബദ്ധത്തുമാണ് സഹോദരൻ. അതിനു വേണ്ടിയുള്ള പ്രഥമ പടിയാണ് നിക്കാഹിന്റെ സദസ്സ്. ഇബാദത്തിനോട് പള്ളിക്ക് ഇങ്ങനെ കയറി വരുന്ന കൈകൊട്ടിയിട്ടാണ്. ഇബാദത്തിലേക്ക് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയാണ് നിക്കാഹിന്റെ വേദികളിൽ പ്രകടമാവേണ്ടത്. അവിടെയാണ് ആഭാസങ്ങളും തോന്നിവാസങ്ങളും തമ്മാടിത്തങ്ങളുമായി ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഉമ്മത്തിന്റെ മേലിൽ പ്രശ്നങ്ങളും പ്രയാസവും പരീക്ഷണം ഉണ്ടാവും. അള്ളാന്റെ അടുത്ത് സഹായം ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ പാലിക്കപ്പെടേണ്ട മതപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. മ്യൂസിക്കിന്, വാദ്യോപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മുഴുവൻ ശബ്ദങ്ങളെയും ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോ എങ്ങനെ പ്രായോഗികമായിട്ട് ജീവിക്കാനൊക്കെ ചിന്തിച്ചേക്കാം. അതാണ് 2 വെള്ളിയാഴ്ച മുമ്പ് പറഞ്ഞത്. ഒരു വിശ്വാസി അവന് തീക്കനിൽ നിൽക്കുന്നത് പോലെ നിന്നിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം. ഒരു വിശ്വാസിക്ക് ദുനിയാവ് അത് സിജിന് പോലെയാണ്, ഒരു ജയില് പോലെയായിരിക്കുന്നു. അവന് ചില പരിമിതികളുണ്ട്. അവന് നോക്കാൻ കണ്ണു കൊടുത്തു അല്ല, ചില ലിമിറ്റേഷൻ വെച്ചു. ഇന്ന സാധനത്തൊന്നും നോക്കരുത്. കാത് കൊടുത്തു, കേട്ടോളാൻ പറഞ്ഞു. ഇന്ന സാധനങ്ങളൊന്നും കേൾക്കരുത്. നാവും കൊടുത്ത്, അന്റെ നാവും കൊടുത്ത്, ആമാശയം കൊടുത്ത്, ദഹന വ്യവസ്ഥയും കൊടുത്ത് തിന്നോളാൻ പറഞ്ഞു. ഇന്ന സാധനങ്ങളൊക്കെ ഹറാം, അതും തിന്നരുത്. ചെറിയ ചില ലിമിറ്റേഷൻ, അത് പാലിക്കുന്നവരാണ് വിശ്വാസി. അത് പാലിക്കാൻ സന്നദ്ധതയും ശ്രദ്ധയും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. നിരവധി ഹദീസുകളിലൂടെ വ്യത്യസ്തങ്ങളായ വാദ്യോപകരണങ്ങളെ എണ്ണി പറയുന്നുണ്ട്. ഖുർആനിന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാരുടെ വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയം കൂടി ഇതിന്റെ കൂടെ ചേർത്തി വെക്കുക. ലജ്ജയുള്ളവരായി മ്യൂസിക്കിൽ നിന്ന് വിട്ടുനിന്ന് സ്ത്രീകളുമായി പാലിക്കപ്പെടേണ്ട മര്യാദകളൊക്കെ ഒന്ന് പാലിച്ച് ഒരു അച്ചടക്കമുള്ള ഒരു ഉമ്മത്തായിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. പോകാനുള്ള പരിശ്രമം ഉണ്ടാവണം. ആണുങ്ങളോട് പറയാം, ആണുങ്ങളോട് ചില തീരുമാനങ്ങളൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ ആണത്തത്തോടുകൂടി എടുക്കാനുള്ള തന്റെ ഇടം അത് ആണുങ്ങൾക്ക് ഉണ്ടാവണം. മക്കള്, അമ്മാവന്മാര്, ആരെങ്കിലുമൊക്കെ, മക്കളുടെ കൂട്ടുകാര് ആരെങ്കിലൊക്കെ തിന്മയുടെ ഉപദേശകരുമായി കടന്നു വരുമ്പോ ഇത് എന്റെ വീടാണ്, ഇവിടെ ഇതേ അനുവദിക്കപ്പെടുകയുള്ളൂ എന്ന് പറയാനുള്ള ആണത്വം അത് കാണിക്കണമെന്ന് സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയാണ്. അള്ളാഹു നന്മയിൽ നിലകൊള്ളാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തിന്മകളെ വെടിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.